ഇത്രമേൽ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വീടുകളിലൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് മനസ്സിലായത് ആ ടോക്സിക് പേഴ്സണാലിറ്റീസിനെ കുറിച്ചുള്ള 2 വീഡിയോകൾ അതിനുണ്ടായ ഒരു പ്രതികരണം, അതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകൾ, ഇതൊക്കെ തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്ര കണ്ട ആൾക്കാർ ഈ ടോക്സിക് അവസ്ഥയിലൊക്കെ വീടുകളിലൊക്കെ ഇരിപ്പുണ്ട്. ഒരുപാട് ആൾക്കാരാണ് അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചത്. വിദേശത്തൊക്കെയുള്ള മലയാളികൾ പലരും ഇതുമായി ബന്ധപ്പെട്ട് വിളിക്കുകയും പലരും ഇതുമായിട്ട് ധാരാളം ഡിസ്കഷൻ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തു. സത്യം പറഞ്ഞാൽ ഇതിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ആവശ്യമാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ഞാനും വരികയാണ്. എനിക്ക് തോന്നുന്നു ഈ രംഗത്ത് വലിയ സാമൂഹ്യ പ്രവർത്തനം തന്നെ ആവശ്യമുണ്ട്. പല വീടുകളിലും നിസ്സഹായരായി പലരും ഭീകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അവിടേക്കൊക്കെ കടന്നു ചെല്ലാൻ, അതിനകത്തേക്കൊക്കെ അല്പം വെളിച്ചം കൊണ്ടുപോകാനുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിന് ആവശ്യമാണ്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ടോക്സിക് പേഴ്സണാലിറ്റിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് ഇത്രമേൽ ആൾക്കാർ കാണുമെന്നും ഇത്രമേൽ അതിനോട് പ്രതികരിക്കുമെന്നും ഒരിക്കലും വിചാരിച്ചതല്ല. കാരണം വളരെ അപൂർവമായിട്ടൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രശ്നമായിട്ട് മാത്രം കണ്ടുകൊണ്ടാണ് അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്തത്. 2 ആഴ്ച കൊണ്ട് ഏകദേശം 1,00,000 പേര് ആ വീഡിയോ കണ്ടു കഴിഞ്ഞു. ഒരുപാട് പേര് പേഴ്സണലായിട്ട് തന്നെ വിളിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പോയ നമ്മുടെ മലയാളികളായ ചെറുപ്പക്കാർ, അവർ പലരും എന്നോട് പറഞ്ഞത് ഇത് പേടിച്ചിട്ടാണ്, വീട്ടിലെ അത്ര അന്തരീക്ഷം പേടിച്ചിട്ടാണ് വിദേശത്ത് പോയി ജീവിക്കാമെന്ന് തന്നെ വിചാരിച്ച് ഓടിപ്പോയത്. പക്ഷേ വിദേശത്ത് ചെന്നിട്ട് അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പോലും ആ ട്രോമയിൽ നിന്നും ആ നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നും അവർക്ക് പുറത്ത് കടക്കാൻ കഴിയുന്നില്ല. അപ്പോൾ വളരെ വലിയൊരു വിഭാഗം ആൾക്കാർ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ആ ഒരു വീഡിയോയുടെ ഒരു പ്രതിഫലനം കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് വീണ്ടും എന്നെ കൂടുതൽ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ പ്രോബ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചിന്തിക്കാനായിട്ടൊക്കെ പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോയിലൂടെയും പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് നല്ലൊരു മാനസിക ആരോഗ്യം പേരൻസിനില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തെല്ലാം കുഞ്ഞുങ്ങളിലേക്ക് വരികയും കുടുംബത്തിലേക്ക് വരികയും അത് തലമുറകളിലേക്ക് വരികയും ഇതൊരു ഒഴിയാബാധയായിട്ട് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം. പല വീടുകളിലും ഇത്തരത്തിലുള്ള ആൾക്കാർ ഒളിച്ചിരിപ്പുണ്ട്. പലപ്പോഴും ഉള്ള പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ ഇതൊന്നും പുറത്തറിയുന്നില്ല. കാരണം നമ്മുടെ ഒരു സാമൂഹികപരമായ ഒരു പശ്ചാത്തലത്തിൽ നമ്മളെല്ലാം ദുരഭിമാനികളാണ്. അതുകൊണ്ട് തന്നെ നമ്മളിതൊന്നും പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കുടുംബത്തിനുണ്ടാകുന്ന ദോഷമോ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്ത് വിചാരിക്കും, കുട്ടികളുടെ ഭാവി ജീവിതത്തെ അത് ബാധിക്കത്തില്ലയോ, അവരുടെ വിവാഹത്തെ ബാധിക്കത്തില്ലയോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളിതെല്ലാം മൂടി വയ്ക്കുകയാണ്. ഈ മൂടി വയ്ക്കും തോറും എന്താണ് പ്രശ്നം? പലപ്പോഴും ഇത് മാനസികാരോഗ്യ പ്രശ്നമോ വ്യക്തിത്വ വൈകല്യ പ്രശ്നമൊക്കെ ആയിരിക്കും. അതൊന്നും ട്രീറ്റ് ചെയ്യപ്പെടാനോ അതൊന്നും പരിഹരിക്കപ്പെടാനുള്ള സാധ്യതകളൂടെ അതിലൂടെ ഇല്ലാതാവുകയാണ്. കാരണം നമ്മളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രശ്നത്തിന് പരിഹാരത്തിന് വേണ്ടി സീക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഒരു മൂടി വയ്ക്കലിൻ്റെ ഒരു പ്രശ്നം ഇതിന് പ്രശ്നപരിഹാരത്തിനുള്ള അവസ്ഥ ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡേറ്റ, ശരിക്കും ഇങ്ങനെയുള്ള കുടുംബങ്ങൾ, ഇങ്ങനെയുള്ള വീടുകൾ, ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ എത്ര ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഡേറ്റയും പുറത്തു വരുന്നില്ല. കാരണം ഈ ഒരു വീഡിയോ ഇതുപോലെ വളരെ ആളിക്കത്തിയത് കൊണ്ടാണ് ഇതിനെപ്പറ്റി ഞാൻ പോലും ഇത്രയധികം ഭയങ്കരമാണല്ലോ എന്ന് മനസ്സിലാകുന്നത്. എന്നെ വിളിച്ച് പല ആൾക്കാരും പറയുന്നത് അത് അപ്പനും അമ്മയും ഇതുപോലെ തന്നെയാണ്. ഇന്ന് വിദേശ രാജ്യത്തു നിന്ന് വിളിച്ച ഒരു പെൺകുട്ടി, അവൾ പറഞ്ഞ ഞങ്ങൾ 3 മക്കളാണ്. 3 മക്കളും ഇന്ന് മാനസികമായ സംഘർഷം നേരിടുന്നു. ആ വിളിച്ച കുട്ടി തന്നെ ഭയങ്കരമായ മാനസിക സംഘർഷം നേരിടുന്ന ഒരു കുട്ടിയാണ്. കാരണം ഈ ചെറുപ്പകാലത്ത് കിട്ടിയ ഭീകരമായ വീട്ടിലെ അന്തരീക്ഷം, പിന്നെ അപ്പൻ്റെ വീട്ടുകാരെല്ലാം, അപ്പൻ്റെ സഹോദരനെ, അപ്പൻ്റെ സഹോദരി, ഇവരെല്ലാവരും തന്നെ മാനസിക പ്രശ്നങ്ങളുള്ളവരാണ്. അപ്പോൾ അവരെല്ലാവരും തന്നെ ഇവരെ ജീവിക്കാനും സ്വസ്ഥതയും സമാധാനവും ഒന്നും കിട്ടാൻ അനുവദിക്കാതെ ഇവരെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുകയും ഓവറായിട്ട് അവരെ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്ത് അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും കയറി ഇടപെട്ട് പിന്നെ ജീവനും കൊണ്ട് ഓടുകയായിരുന്നു ഇവിടുന്ന് വിദേശത്തേക്ക്. അപ്പം ആ ഓട്ടം അവിടെ ചെന്നെങ്കിലും അവർക്ക് അവിടെയും ഒരു സ്വസ്ഥതയും സമാധാനവും ഒന്നും ലഭിക്കുന്നില്ല. അവരുടെയും വിവാഹ ജീവിതത്തിൽ ഇതിൻ്റെ മുൻവിധികൾ, ഇതുണ്ടാക്കിയ സ്വാധീനമൊക്കെ വീണ്ടും വരുന്നു. മാത്രമല്ല ഇങ്ങനെയുള്ള വീടുകളിലൊക്കെയുള്ള കുട്ടികൾ അവർക്കൊരു വിവാഹമൊക്കെ അന്വേഷിക്കുമ്പോഴും അവർക്ക് ആരോഗ്യപരമായ വീടുകളിൽ നിന്നായിരിക്കത്തില്ല വിവാഹം കിട്ടുന്നത്.
ഇതുപോലുള്ള പ്രശ്നങ്ങളുള്ള വീടുകളിൽ നിന്ന് തന്നെ ആയിരിക്കും അവർക്കും കൂടുതൽ വിവാഹത്തിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അപ്പോൾ ആ വിവാഹ ജീവിതവും അതിനേക്കാളും പ്രയാസമുള്ളതായി മാറുന്നു. ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇതിൻ്റെ ഒരു ഡേറ്റായും കിട്ടുന്നില്ല എന്നുള്ളത് വേറൊരു പ്രശ്നമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു സമൂഹത്തിൽ വളരെയധികം ഒരു സാമൂഹ്യ സേവനം വേണ്ട ഒരു കാര്യമാണിത്. കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ വൈകാരികമായ അനാഥത്വവും വൈകാരികമായ ഭീകരതയും ഒക്കെ അനുഭവിക്കുന്ന ധാരാളം കുട്ടികൾ വളർന്നു വരുന്നു. ഇവിടെയാണ് അധ്യാപകരുടെയൊക്കെ റോള് വളരെയധികം വ്യത്യസ്തമാകുകയാണ്. ഇനി വേണ്ടത് കുറേ പഠിപ്പിക്കുന്ന സ്കൂളുകളല്ല, കുട്ടികളെ പഠിക്കുന്ന സ്കൂളുകൾ, കുട്ടികളെ കുറേ കൂടി ഒരു സമാധാനത്തിലേക്കും സ്വസ്ഥതയിലേക്കും ഒക്കെ നയിക്കാൻ കഴിയുന്ന സ്കൂളുകളും കൂടി ഇനി ആവശ്യമാണ്. കാരണം ഈ പല കുട്ടികളും വരുന്നത് വളരെ മോശപ്പെട്ട ഒരു വൈകാരിക അന്തരീക്ഷത്തിൽ നിന്നാണ്. സാമ്പത്തികമായിട്ടെല്ലാം ഉണ്ട്. ഇന്ന് എന്നെ കാണാൻ വന്ന ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാണ്. പുള്ളി എന്നെ നേരിട്ട് വന്ന് കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ പ്രശ്നം, അദ്ദേഹത്തിൻ്റെ പിതാവ് വളരെയധികം പണമുള്ള ആളാണ്, വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള ആളാണ്. പക്ഷേ പുള്ളി പണം കൊടുക്കുന്നു, ആ പണത്തിൻ്റെ എല്ലാം കണക്ക് എഴുതി വെക്കുകയാണ്. ഓരോ മക്കൾക്കും എത്ര രൂപ ചിലവാക്കുന്നു, ഭാര്യയ്ക്ക് എത്ര രൂപ ചിലവാക്കുന്നു, ഇതെല്ലാം കണക്കെഴുതി വയ്ക്കുകയും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ കണക്കെല്ലാം വിളിച്ചു പറയുകയും അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യുകയും എല്ലാം നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ മൂത്ത പയ്യനാണ് അദ്ദേഹം അതിൽ കംപ്ലീറ്റായിട്ടും തകർന്നു കഴിഞ്ഞു. പുള്ളിക്ക് മാനസികമായ വലിയ പ്രശ്നങ്ങളാണ്. ഒരു ആത്മവിശ്വാസമില്ല, ഒരു പിന്നെ സെൽഫ് എസ്റ്റീമില്ല, ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ല. പുള്ളി കംപ്ലീറ്റായിട്ടും തകർന്നു കഴിഞ്ഞു. കാരണം പുള്ളിയുടെ ജീവിതത്തിലൊക്കെ എല്ലാ കാര്യത്തിലും കയറി അങ്ങ് ഇടപെടുകയാണ്. പുള്ളി ഒരു വിവാഹം കഴിച്ചു, അതും പുള്ളി കല്യാണം കഴിക്കാനൊന്നും പുള്ളിക്ക് ഒരു ആശ്വാസമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ ആ പ്രഷർ കാരണം കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ആ പയ്യനെ മാത്രമല്ല ആ പെൺകുട്ടിയെയും അതുപോലുള്ള ടോർച്ചറിലൂടെ കൊണ്ടുപോകുന്നു. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ആ പെൺകുട്ടിയും വന്നിരിക്കുന്നത് വലിയ വ്യത്യാസമില്ലാത്തൊരു സാഹചര്യത്തിൽ നിന്നായതുകൊണ്ട് അവർ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നു. ഇങ്ങനെ പോവുകയാണ് ഓരോ വീടുകളുടെ അവസ്ഥ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്കൊരു സാമൂഹ്യ പ്രവർത്തനത്തിനൊക്കെ വലിയ ഒരു സാന്ദ്രത കാണുകയാണ്. കാരണം വീടുകളിലൊക്കെ അത്തരത്തിലുള്ള നരകയാതന അനുഭവിക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവരെ രക്ഷിക്കണം. നമ്മൾ ഈ സാമൂഹ്യ സേവനമെന്നും പറഞ്ഞ് കുറേ പെൻഷൻ കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, കുറേ സംവരണം കൊടുക്കുക, കുറേ ആനുകൂല്യങ്ങൾ കൊടുക്കുക, സബ്സിഡി കൊടുക്കുക, ഇത് മാത്രമല്ല ഒരു മെൻ്റൽ ഹെൽത്തിന് വേണ്ട സഹായങ്ങൾ, മാനസികമായി സ്ട്രഗിൾ ചെയ്യുന്ന ധാരാളം സ്ത്രീകൾ, ധാരാളം പുരുഷന്മാർ, അതിലേറെ കുഞ്ഞുങ്ങൾ, ഇതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കുന്ന ഗ്രാൻഡ് പേരൻസ് ഉണ്ട്. കാരണം അവരും ഇത് അനുഭവിക്കുകയാണ്. ഇങ്ങനെ ഒരു വല്ലാത്തൊരു എക്കോസിസ്റ്റത്തിലാണ് ഇന്ന് കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇത് കൂടാതെ തന്നെ വേറെ ഒളിഞ്ഞിരിക്കുന്ന ടോക്സിക് ആൾക്കാരുണ്ട്. ഇപ്പോൾ കുട്ടികളെ ഒന്നും അവരുടെ ഒരു ലക്ഷ്യത്തിലേക്കോ അല്ലെ അവരുടെ ഒരു ഇഷ്ടത്തിലേക്കോ ഒന്നും വിടാതെ കംപ്ലീറ്റായിട്ട് കൺട്രോൾ ചെയ്ത് അവരെ മൈക്രോ മാനേജ് ചെയ്ത് കളിക്കാൻ വിടാത്ത വീടുകൾ, മനുഷ്യരുമായിട്ട് ഇടപെടാൻ വിടാത്ത വീടുകൾ. ഒരു കുട്ടി എന്നോട് പറഞ്ഞത്, സാറേ മമ്മി എല്ലാവരുമായിട്ടും ശത്രുതയാണ്, അയൽപക്കവുമായിട്ടും ബന്ധുമിത്രം, അതുകൊണ്ട് തന്നെ ആരും വീട്ടിൽ വരില്ല, ആരോടും ഞങ്ങൾ സംസാരിക്കാൻ പാടില്ല, ആരോടെങ്കിലും ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഭയങ്കരമായിട്ട് അവിടെ വീട്ടിൽ വലിയ വഴക്കാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പേരൻസ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെയുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 24 മണിക്കൂറും ട്യൂഷനും കോച്ചിങ്ങും കൊടുത്ത് കുട്ടികളെ ഡോക്ടറാക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്ന കുറേ പേരൻസ് ഉണ്ട്. ഇത് ഭയങ്കര ടോക്സിക് പാരൻറ്റിങ് ആണ്. കാരണം ആ കുട്ടിയിലൊരു ഡോക്ടറില്ല, ഒന്നുമില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഒരു പേരൻ്റ് എന്നെ വിളിച്ചിട്ട് പറയായിരുന്നു, സാറേ നല്ല 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 മോനായിരുന്നു, അവൻ ചെറുതിലെയൊക്കെ നല്ല മോനായിരുന്നു, ക്ലാസ്സിലൊക്കെ ബെസ്റ്റായിരുന്നു, പഠിക്കാനൊക്കെ മിടുക്കനായിരുന്നു, പള്ളിയിലൊക്കെ നല്ല ആക്റ്റീവായിരുന്നു, ഇപ്പം എല്ലാം തകരാറിലായി. ഞാൻ കാര്യങ്ങൾ പ്രോബ് ചെയ്ത് വരുമ്പോൾ ആ കുട്ടി സത്യം പറഞ്ഞാൽ നല്ല ടാലൻ്റുള്ള, നല്ല സോഷ്യൽ റിഫ്ലക്ഷനുള്ള, ധാരാളം സ്കിൽസുള്ള ഒരു കുട്ടിയാണ്, ഒരു നാച്ചുറൽ ലീഡർഷിപ്പുള്ള ഒരു പ്രോ സോഷ്യലായിട്ടുള്ള ഒരു കുട്ടിയാണ്. പക്ഷേ ആ കുട്ടിയെ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലൊക്കെ പോകാനും കുറച്ചുകൂടെ മാനവികമായ വിഷയങ്ങളൊക്കെ പഠിക്കാനും ഒരു നാച്ചുറൽ ലീഡറായി ഡെവലപ്പ് ചെയ്യാനും ഒക്കെയാണ് ആ കുട്ടി ആഗ്രഹിച്ചത്. സാമ്പത്തികമായി നല്ല സ്ഥിതിയുള്ള വീടുമാണ്. അപ്പോൾ പുള്ളിക്ക് ആഗ്രഹിക്കുന്ന ഒരു ലെവലിൽ പുള്ളിക്കൊരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലൊക്കെ പോയി നല്ലൊരു ലീഡർഷിപ്പിലേക്ക് ഉയർന്നു വരാൻ പറ്റുന്നൊരു കുട്ടി, അതിനുവേണ്ട എല്ലാ ടാലൻറ്റും ഉള്ളൊരു കുട്ടി, അത് ഇഷ്ടപ്പെടുന്നൊരു കുട്ടി. പക്ഷേ
മാതാപിതാക്കൾ കൃത്യമായിട്ടൊരു പ്രൊഫഷണൽ കോഴ്സേ പഠിക്കാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഒരു പ്രൊഫഷണൽ കോളേജിലേക്ക് കൊണ്ടുവിടുന്നു. അവിടെ തന്നെ ഏറ്റവും കൂടുതൽ പണമുണ്ടാക്കാൻ പറ്റുമെന്ന് ആൾക്കാരൊക്കെ പറയുന്ന ഒരു പർട്ടിക്കുലർ ബ്രാഞ്ച് എടുത്ത് പഠിപ്പിക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കണേ? ആ കുട്ടിക്ക് അതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ആ കുട്ടി അവിടെ ഭയങ്കരമായിട്ട് ഉഴപ്പുകയും എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെളിയിൽ വരുന്നു. വെളിയിൽ വന്നു കഴിയുമ്പോൾ ആ ഫീൽഡേ വിട്ട് വേറൊരിടത്ത് പോയി ജോലി ചെയ്യുന്നു. ആ ജോലി ചെയ്തെടുത്ത് ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നു. അത് കളഞ്ഞിട്ട് വേറെന്തോ കോഴ്സ് പഠിക്കാനായിട്ട് ഇറങ്ങുന്നു. ഇപ്പോൾ അവസാനം വന്നിട്ട് ഇപ്പോൾ ഒരു വിഡ്രോവലിലേക്കാണ് പുള്ളി വരുന്നത്. പുള്ളി കംപ്ലീറ്റ് ആയിട്ട് സൊസൈറ്റിയിൽ നിന്ന് വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ ടാലൻറ്റുകളെല്ലാം സാച്ചുറേറ്റഡ് ആകുന്നു, അല്ലെങ്കിൽ ഡ്രൈ ഡൗൺ ചെയ്യുന്നു. ഒരു വികാരങ്ങളുമില്ല, ഒരു സന്തോഷവുമില്ല, ഒരു ഇഷ്ടവുമില്ല, സുഹൃത്തുക്കളിൽ നിന്നെല്ലാം ഏലിയനേറ്റ് ചെയ്യുന്നു. അങ്ങനെ ടോട്ടലായിട്ട് അത്രയും പ്രതിഭ ഉണ്ടായിരുന്ന, വലിയ സാധ്യത ഉണ്ടായിരുന്ന ഒരു കുട്ടിയെ ഒരു സാധ്യതയില്ലാത്ത ഒരാളാക്കി പുള്ളിയെ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. പേരൻ്റ് അന്നേരവും പറയുന്നത് ഞങ്ങൾ അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്നാണ്. ഇങ്ങനെ സത്യത്തിൽ നന്മ ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആർത്തി ഒരു വലിയ പ്രശ്നമാണ്, അഹങ്കാരം ഒരു വലിയ പ്രശ്നമാണ്, അജ്ഞത വലിയൊരു പ്രശ്നമാണ്. ഇതിൻ്റെയൊക്കെ കൂടെ മാനസിക ആരോഗ്യത്തിലെ പ്രശ്നങ്ങൾ. ഒരുപക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സൈക്കാട്രിസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടോ. ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന കുട്ടി തന്നെ ചോദിച്ചാണ്, ഇങ്ങനത്തെ ഉള്ള ഈ മാനസികാവസ്ഥയിലേക്ക് മനുഷ്യൻ ചെന്ന് വീഴാതിരിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ളൊരു സൈക്കാട്രിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി തന്നെ ഞാൻ ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് നമുക്കെല്ലാവർക്കും വേണ്ടത് ഒരു ബാലൻസ്ഡ് ജീവിതമാണ്. ഒരുപക്ഷെ വളരെ ബാലൻസ്ഡായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നില്ലെങ്കിൽ നമ്മുടെ അടുത്ത ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഏറ്റെടുക്കുന്ന പല കാര്യങ്ങളും നമ്മൾ തകിടം മറിക്കും. അപ്പം ശരിയായ ഒരു ബാലൻസിൽ വളർന്നു വരാത്ത ഒരു ചെറുപ്പക്കാരൻ, നല്ലൊരു ഫൗണ്ടേഷണൽ സ്ട്രെങ്തോടുകൂടി വളർന്നു വരാത്ത ഒരു യുവതിയോ യുവാവോ അവർ പിന്നീട് അവരുടെ തൊഴിൽ രംഗത്തും അവരുടെ വിവാഹ ജീവിതത്തിലും അവരുടെ കുടുംബജീവിതത്തിലും അവരുടെ പേരൻറ്റിങ്ങിലും എല്ലാമായിരിക്കും ഇതിൻ്റെ പോരായ്മകൾ കൊണ്ട് പ്രതിഫലിപ്പിക്കുന്നത്. ഇതാണ് ഇതിനകത്തെ ഒരു വാസ്തവം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള വളരെ ആരോഗ്യപരമായ ഒരു ജീവിതം ചെറിയ പ്രായം മുതലേ കിട്ടണം. അതാണ് സമൃദ്ധിയായ ജീവൻ എന്ന് പറയുന്നത്. ആ ജീവനാണ് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ചില ഗൂഢ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ചില മൈക്രോ മാനേജ്ഡ് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു ആരോഗ്യപരമായ വളർച്ചയെ തടസ്സപ്പെടുത്തും. നമ്മൾ വിചാരിക്കുന്ന ഇതെല്ലാം പണം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം തിരിച്ചു വാങ്ങിക്കാവുന്നതാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. UK ചെന്ന് നല്ല ജോലിയും PR എല്ലാം കിട്ടിയ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, സാറേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സ് പിടിക്കുന്നിടത്തൊന്നും നിൽക്കുന്നില്ല, കംപ്ലീറ്റ് ആയിട്ടും ഞാൻ സ്ട്രെസ് അനുഭവിക്കുകയാണ്, ഫിയർ അനുഭവിക്കുകയാണ്, ആങ്സൈറ്റി അനുഭവിക്കുകയാണ്, അമിതമായ ദേഷ്യമാണ്. എന്താ കാര്യം? ചെറുപ്പകാലത്ത് കളിക്കാൻ വിടത്തില്ലായിരുന്നു, സുഹൃത്തുക്കൾ അനുവദിക്കത്തില്ലായിരുന്നു. IITയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ഭയങ്കരമായ ശ്രമമാണ് പേരൻസ് നടത്തിയത്. ഏകദേശമൊക്കെ ഒരു വലിയ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നൊക്കെ പഠിക്കുകയും വലിയ ജോലിയൊക്കെ കിട്ടുകയും UK ചെല്ലുകയും. അപ്പോൾ മെറ്റീരിയലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ മെറ്റീരിയൽ എല്ലാം കൊടുത്താലും പകരം വയ്ക്കാൻ പറ്റാത്ത ഒന്നാണ് മനസ്സമാധാനവും സന്തോഷവും. ഇത് രണ്ടും ആ ചെറുപ്പക്കാരനില്ല. ആ ചെറുപ്പക്കാരനില്ലാത്തത് കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോൾ തന്നെ UK കുടുംബമായിട്ട് പോയി. പക്ഷേ അവർ രണ്ട് സ്ഥലങ്ങളിൽ ജീവിക്കുന്നു. ഒരു മോളുണ്ട്. ആ മോളുടെ കാര്യത്തിൽ വലിയ പ്രശ്നമാണ്. മോളെ എന്ത് ചെയ്യണം, ആര് വളർത്തണം, എങ്ങനെ മുമ്പോട്ട് പോകണം? ഇദ്ദേഹത്തിൻ്റെ മാനസിക നില കംപ്ലീറ്റ് ആയിട്ടും തെറ്റിയിരിക്കുന്നതുകൊണ്ട് ഭാര്യയെ ഏൽപ്പിച്ച് വളർത്താമെന്ന് വിചാരിക്കുന്നു. പക്ഷേ അത് വിട്ടുകൊടുക്കാൻ പുള്ളിക്ക് പറ്റുന്നില്ല. ആകെ കൂടെ പുള്ളിയുടെ ജീവിതം താറുമാറാകുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതുപോലുള്ള ആരോഗ്യപരമായ ഒരു വളർച്ച, അപ്പോൾ എല്ലാം ബാലൻസ് ചെയ്തെത്താവുന്നിടത്തൊക്കെ എത്തിയാൽ മതി. കുറച്ച് പണം കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കൂടുതൽ ആർത്തി കാണിച്ചും കൂടുതൽ നമുക്ക് നമ്മുടെ ഗൂഢലക്ഷ്യങ്ങളിലൊക്കെ എത്തിക്കാനായിട്ടൊക്കെ മക്കളെ വളർത്തുമ്പോൾ ആരോഗ്യപരമായ ഒരു ജീവിതം അവർക്ക് ലഭിക്കുന്നില്ല, മനസ്സമാധാനം ഉണ്ടാകുന്നില്ല, സന്തോഷം ഉണ്ടാകുന്നില്ല, ആത്യന്തികമായിട്ട് അവർക്കൊന്നും ലഭിക്കുന്നില്ല. എല്ലാം നേടിയാലും നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ നീ എന്ത് നേടിയെന്ന് ചോദിക്കുന്ന ബൈബിൾ വചനം പോലെ എല്ലാം നേടിയാലും അവസാനം സന്തോഷവും സമാധാനവും ഇല്ലാതെ ആയി കഴിയുമ്പോൾ നമ്മളൊന്നും അവസാനം നേടുന്നില്ല. ഇവിടെയാണ് നമ്മളൊരു തിരിച്ചറിവ് കൊണ്ടുവരേണ്ടത്. എനിക്ക് തോന്നുന്നു ഇത്രയും ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ, ഇത്രയും കുടുംബങ്ങളിലൊക്കെ ഇതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ചിലരെ ഇത് ബാധിക്കുന്നില്ല, ചിലരെ ഇത് അമിതമായി ബാധിക്കുന്നു. കാരണം അമിതമായി ബാധിക്കുന്നത് ഇതിനകത്ത് വേറൊരു വലിയ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, മെൻ്റൽ ഹെൽത്ത് മോശമായിട്ടുള്ള വീടുകളിൽ വളരുന്ന കുട്ടികളിൽ മെൻ്റൽ ഹെൽത്ത് കുറയുന്നു. അവർ പലപ്പോഴും വിവാഹം കഴിക്കുന്നതും അത്തരത്തിലുള്ള വീടുകളിൽ നിന്നാണ്. അപ്പോൾ തലമുറകൾ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ മാനസികാരോഗ്യത്തെ തിരിച്ചു പിടിക്കാനുള്ള ഒരു മാർഗം വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ലൈഫ്, വളരെ അടിസ്ഥാനപരമായി ഉറപ്പിക്കുന്ന ലൈഫ്. പ്രത്യേകിച്ച് പിന്നെ നമുക്ക് നല്ല ക്വാളിറ്റി ഭക്ഷണം വേണം, വ്യായാമം വേണം, വിശ്രമം വേണം, ഉറക്കം വേണം, സൗഹൃദങ്ങൾ വേണം, സമൂഹവുമായിട്ട് നല്ല ഇടപെടലുകൾ വേണം, പിന്നെ നല്ല വായന വേണം, കാഴ്ചപ്പാട് വേണം, അറിവ് വേണം. അപ്പോൾ ഇതെല്ലാം ബാലൻസ് ചെയ്ത് പോകുന്ന ഒരാൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അച്ചടക്കമുള്ള ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യപരമായ ഒരു വളർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാവണം. എനിക്കൊന്ന് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നമുക്കെല്ലാവർക്കും ആവശ്യം ഇതാണ്. ഇപ്പോൾ തന്നെ കണ്ടമാനം ഈ മൊബൈൽ ഫോണിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ സമയം ചെലവഴിക്കുന്ന പല ആൾക്കാരുടെയും മാനസിക ആരോഗ്യം കുറയുകയാണ്, അവരുടെ അറിവ് കുറയുകയാണ്, കാഴ്ചപ്പാട് കുറയുകയാണ്, അവരുടെ ആരോഗ്യം കുറയുകയാണ്, മനുഷ്യരുമായിട്ട് ആരോഗ്യപരമായി ബന്ധപ്പെടാനും കണക്ട് ചെയ്യാനുമുള്ള കപ്പാസിറ്റി കുറയുകയാണ്. അപ്പോൾ ഇതിലൂടെ വീണ്ടും നമ്മൾ ടോക്സിക് ആയിട്ടുള്ളൊരു വേൾഡിലേക്കാണ് കൂടുതൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ടെക്നോളജി കൂടുന്നു, മനുഷ്യബന്ധങ്ങൾ കുറയുന്നു, കണക്ഷൻ കുറയുന്നു, റിലേഷൻഷിപ്പ് കുറയുന്നു, പ്രകൃതിയുമായിട്ടുള്ള ബന്ധം കുറയുന്നു, കൊടുക്കൽ വാങ്ങലുകൾ കുറയുന്നു, സ്നേഹം, അനുകമ്പ, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളെല്ലാം കുറയുന്നു, സ്വാർത്ഥതയും സെൽഫ് സെൻറ്റേർഡ്നെസ്സും ഒക്കെ കൂടുന്നു. അപ്പോൾ ഇതെല്ലാം അനാരോഗ്യപരമായ ഒരു ജീവിതത്തിലേക്കുള്ള ഒരു പോക്കാണ്. നമ്മൾ ഈ ടെക്നോളജിയിലൂടെയൊക്കെ നമ്മൾ എന്തോ ഡെവലപ്പ് ചെയ്യുകയാണെന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ വളരെ അസംബന്ധമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വലിയ ആൾ സംസാരിക്കുന്ന കേട്ടു, ടീച്ചേഴ്സ് എല്ലാം അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇല്ലെങ്കിൽ ആധുനിക കാലത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല. അവിടെ ഈ അപ്ഡേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അവർ വിളമ്പാൻ ശ്രമിക്കുന്നത് ടീച്ചേഴ്സ് എല്ലാം കുറേ കൂടെ ടെക്നോളജി പഠിച്ചു കഴിഞ്ഞാൽ ഈ പിന്നെ ടി വിയും കണ്ട് സോഷ്യൽ മീഡിയയും കണ്ടുവരുന്ന കുട്ടികൾക്ക് അവർക്ക് വേണ്ടത് വിളമ്പിക്കൊടുക്കുക, അതല്ല ഇനിയും വേണ്ടത്. അവിടെയാണ് തിരുത്തൽ വേണ്ടത്. ടീച്ചേഴ്സിനൊക്കെ ഉണ്ടാവേണ്ട അപ്ഡേഷൻ എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ടീച്ചിങ്ങിലേക്ക് പോവാം, കുറച്ചുകൂടെ അവരെ മനസ്സിലാക്കാനും അവരുമായിട്ട് കണക്ട് ചെയ്യാനും അവരുമായിട്ട് ഇടപെടാനും ഇഷ്ടപ്പെട്ട ടീച്ചർമാർ പഠിപ്പിക്കുന്നതാണ് ഇപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളായി മാറുന്നത്. അപ്പോൾ അവരുമായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ അവരെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അവരുടെ ഇമോഷണൽ സ്റ്റേറ്റിലൊക്കെ നമുക്കൊന്ന് ഇടപെടാൻ കഴിയുമോ? പേരൻസിനെയും പഠിപ്പിക്കേണ്ടത് ആ ഇമോഷണൽ കണക്ഷനാണ്. പാരൻറ്റിങ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത് ആ ഇമോഷണൽ കണക്ഷൻ കുട്ടികളുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഈ കുട്ടികളൊക്കെ വീട്ടിൽ വന്ന് വൈകുന്നേരം അമ്മയുടെ കൂടെ കിടന്ന് കഥയൊക്കെ പറയാറുണ്ട്. അച്ഛനെവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ അച്ഛൻ്റെ കൂടെ ഒന്ന് യാത്രയ്ക്ക് വരാനുള്ള താല്പര്യം കുട്ടി കാണിക്കുന്നുണ്ട്. ഇതൊന്നും ഇന്നത്തെ കുട്ടികളിൽ ഇല്ല. കാരണം എന്നാന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ നമ്മുടെ അടുത്തോട്ടൊരു കുട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പഠിത്തം, കരിയർ, ഫ്യൂച്ചർ, ട്യൂഷന്, ഇതൊക്കെ പറഞ്ഞ് കുട്ടികളെ നമ്മളിൽ നിന്ന് അകറ്റാനാണ് ശ്രമിക്കുന്നത്. ഹോംവർക്ക് പോലും കാലോചിതമായി മാറേണ്ടതായിട്ടുണ്ട്. ഹോംവർക്ക് എന്നൊക്കെ പറയുന്നത് കുട്ടികൾ വീട്ടിൽ വന്ന് മാതാപിതാക്കളും ഗ്രാൻഡ് പേരൻസും അയൽക്കാരും ചുറ്റുപാടും പ്രകൃതിയും പെറ്റ്സും ഒക്കെ ആയിട്ട് എത്ര കണ്ട് അവർക്ക് ഇടപെടാനും ട്രാൻസാക്ട് ചെയ്യാനും നെഗോഷിയേറ്റ് ചെയ്യാനും ഒക്കെ കഴിയുന്നുണ്ട് എന്നുള്ളതായിരിക്കണം ആധുനിക കാലത്തെ ഹോംവർക്ക്. കാരണം ഇനി അതൊക്കെയാണ് നമ്മൾ കുട്ടികളിൽ കൂടുതലായിട്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. നമ്മുടെ മാനസികാരോഗ്യ പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ഓരോ കമ്മ്യൂണിറ്റിയിലും സമൂഹത്തിലുമൊക്കെ വലിയ പ്രവർത്തനങ്ങൾ നടന്നില്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ആധുനിക, കാരണം കുറേ കച്ചവടങ്ങളൊക്കെ ഇത് കാരണം നന്നായിട്ട് നടക്കുന്നുണ്ട്. കാരണം കുറേ സാധനങ്ങൾ വാങ്ങിച്ച് മനുഷ്യൻ തിന്നുന്നു, കുറേ സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നു, കുറേ പണം ചിലവാക്കുന്നു. പക്ഷേ ഇതൊന്നും അൾട്ടിമേറ്റ്ലി ഒരു മനുഷ്യൻ്റെ സന്തോഷമോ സമാധാനമോ ഒരു ഐശ്വര്യപരമായ ജീവിതത്തിലേക്കോ ഒന്നും മനുഷ്യനെ നയിക്കുന്നില്ല. ഇവിടെ കുറേ കച്ചവടങ്ങളൊക്കെ നടക്കുന്നു, കുറേ ടെക്നോളജിയൊക്കെ വിൽക്കുന്നു, കുറേ ഡെവലപ്മെൻ്റ് എന്ന പേരിൽ കുറേ സാധനങ്ങളുടെ ട്രാൻസാക്ഷൻസാണ് നടക്കുന്നത്. പക്ഷെ ഇവിടെ മനുഷ്യബന്ധങ്ങളുടെ ഇടയിൽ ആ മനുഷ്യബന്ധത്തിൻ്റെ ക്വാളിറ്റി ഉയരുന്നില്ല. എത്ര പേർക്കൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ട് എന്ന് പറയാനായിട്ട് ഇന്ന് സാധിക്കുന്നുണ്ട്? ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇല്ല, ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മളൊരു തിരുത്തൽ വരുത്തേണ്ട ഒരു വലിയ കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നു, മക്കൾക്ക് വേണ്ടിയാണ് ഈ കഷ്ടപ്പാടെല്ലാം നടത്തുന്നത്, മക്കൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്, മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്നൊക്കെ പറയുന്ന പല ആൾക്കാർക്കും ഒരു ഉൾക്കാഴ്ചയില്ല. അവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ ദ്രോഹമാണോ ഇതൊന്നും അവർ തിരിച്ചറിയുന്നില്ല. പലരും അവരെ ന്യായീകരിക്കുന്ന ഒരു സ്റ്റോറി ഉണ്ടാക്കി ആ സ്റ്റോറിക്കകത്തങ്ങ് ജീവിക്കുകയാണ്. സത്യത്തിൽ അവർ ശരിക്കും അവരെ മനസ്സിലാക്കുന്നില്ല. അവർ ചെയ്യുന്നത് ചുറ്റുപാടുമുള്ളവർക്ക് നന്മയാണോ തിന്മയാണോ എന്ന് പോലും അവർ തിരിച്ചറിയുന്നില്ല. ഇത് വലിയൊരു അപകടകരമായ പോക്കാണ്. അതുപോലെ നമുക്ക് ഒരുപാട് സ്പിരിച്വൽ ഒരുപാട് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പല ആൾക്കാർക്കും ഒരു സ്പിരിച്വാലിറ്റി ഇല്ല.
കാരണം നമ്മുടെ കൂടെയുള്ളവൻ്റെ വേദനയും വിഷമവും മനസ്സിലാക്കാൻ കഴിയാത്തടത്തോളം കാലം നമ്മൾ ഈ കാണിക്കുന്ന റിച്വൽസിനൊക്കെ എന്ത് ഗുണമാണുള്ളത്? കുറേ റിച്വൽസ് ഉണ്ട്. ആ റിച്വൽസ് കൊണ്ടൊന്നും കാര്യമില്ല. കുറേ ആരാധനകളും അർച്ചനകളും ഒക്കെ നടത്തുന്നതൊഴിച്ചാൽ അവരിൽ ഒരു ദൈവീകമായ പ്രതിഫലനം ഉണ്ടോ? പല വീടുകളിലും പണമുണ്ട്, പക്ഷേ അവിടെ പണമുണ്ടെന്നുള്ളതല്ലാതെ സമാധാനമില്ല, സന്തോഷമില്ല, കാഴ്ചപ്പാടില്ല, ദർശനമില്ല. ഇവിടെയാണ് നമ്മളൊരു തിരുത്തൽ വരുത്തേണ്ടതായിട്ടുണ്ട്. കുറച്ചുകൂടെ എനിക്ക് തോന്നുന്ന ഒരു വ്യത്യസ്തമായ എഡ്യൂക്കേഷൻ്റെ കാലമായിരിക്കുന്നു. ഒരു തിരിച്ചറിവിലേക്കും ഒരു തിരിച്ചുപോക്കിലേക്കും ഒക്കെ നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. ഇച്ചിരി കൂടെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ നാളെ ലോകത്തിൽ സന്തോഷമായിട്ട് ജീവിക്കുമോ, സമാധാനമായിട്ട് ജീവിക്കുമോ, അതിന് വേണ്ട കരുത്ത് അവർ ആർജിച്ചിട്ടുണ്ടോ, അതിന് വേണ്ട പേഴ്സണാലിറ്റി അവരിൽ ഡെവലപ്പ് ആകുന്നുണ്ടോ, നമ്മുടെയൊക്കെ ഇടപെടൽ അവരെ കുറച്ചുകൂടെ പുരോഗമനത്തിലേക്കും കുറച്ചുകൂടെ ആരോഗ്യത്തിലേക്കും കുറച്ചുകൂടെ നല്ല പ്രതിഫലനത്തിലേക്കൊക്കെ നയിക്കാൻ നമ്മുടെയൊക്കെ ഇടപെടൽ പ്രാപ്തമാകുന്നുണ്ടോ? അധ്യാപകരും ചിന്തിക്കണം, പേരൻസ്. പലരും ഇന്ന് പഠിച്ച് ഒടിയുന്നതായിട്ടാണ് കാണുന്നത്. പലരെയും നമ്മൾ ഉണക്കിക്കളയുകയാണ്. നമ്മൾ ചെയ്യുന്നതൊക്കെ കുഞ്ഞുങ്ങൾക്ക് വിപരീതമായിട്ടാണ് വലിക്കുന്നതെങ്കിൽ, അടുത്ത തലമുറയ്ക്ക് അത് ഗുണകരമാകുന്നില്ലെങ്കിൽ നമ്മളുണ്ടാക്കിയ ഫോർച്യൂൺ കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അമിതമായൊരു ധാർഷ്ട്യം അത് വലിയ അപകടകരമാണ്. ഒരു തിരുത്തലിന് സമയമായെന്ന് തോന്നുന്നു. നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചർച്ച ചെയ്യാം. ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു നല്ല കമ്മ്യൂണിറ്റി, അതിൻ്റെ ചർച്ചകളൊക്കെ ഇതിൻ്റെ ചുറ്റുപാട് നടക്കുന്നുണ്ട്. 800ഓളം, എനിക്ക് തോന്നുന്നു 800 വീഡിയോകൾ ഇപ്പോൾ കഴിഞ്ഞു. 50,000 സബ്സ്ക്രൈബേഴ്സിൽ കൂടുതലായി. തീർച്ചയായിട്ടും ഇത് കുറേ കൂടി ആൾക്കാരിലേക്ക് എത്തിക്കാനും ഒക്കെയുള്ളൊരു ഉത്തരവാദിത്തം എല്ലാവരും ഏറ്റെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഹാപ്പി ലിവിങ്.